മണ്ണിൻ്റെ മണമുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ശരീരം തന്നെ ഒരു 80-85% മാംസമാണ്, ഫ്ലഷ്. ഈ ഫ്ലഷ് എന്ന് പറയുന്നത് എപ്പോഴും ബലഹീനമാണ്. അതിൻ്റെ സ്വാഭാവിക ചായ്വ് തിന്മയിലേക്കാണ്. അപ്പം മനുഷ്യൻ്റെ പ്രകൃത്യായുള്ള സ്വഭാവം തിന്മയിലേക്കുള്ള ചായ്വാണ്. അപ്പോൾ പ്രകൃത്യ തിന്മയിലേക്ക് ചായ്വുള്ള മനുഷ്യൻ ആ തിന്മയെ ചെറുത്ത് നിൽക്കാനും നന്മയെ മുറുകെ പിടിക്കാനും അവന് കഴിയണം എന്നുണ്ടെങ്കിൽ ആ പ്രകൃതിക്ക് അതീതമായ മറ്റൊരു പ്രകൃതിയെ അവൻ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. അതാണ് മനുഷ്യനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും പ്രകൃത്യ ബലവാനായ ദൈവത്തെ ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചതും. ഇപ്പോൾ പ്രകൃതത്താൽ തന്നെ ബലഹീനരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ മറികടക്കാൻ പ്രകൃതത്താൽ തന്നെ ബലമുള്ള ദൈവത്തെ ആശ്രയിക്കുന്നു. അത് മാത്രമേ അതിനൊരു മാർഗമുള്ളൂ. നമ്മുടെ സ്വന്തമായ അറിവ് കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പിടിപാട് കൊണ്ടോ ഒന്നും നമ്മുടെ സ്വന്തം ബലഹീനതകൾ, മനുഷ്യൻ്റെ സ്വന്തം ബലഹീനത, പ്രകൃത്യമുള്ള ബലഹീനതകൾ മറികടക്കാനാവില്ല. ഒരു മനുഷ്യന് നല്ല മനുഷ്യനാവാനും സാധിക്കുകയില്ല. അതെൻ്റെ ഒരു അനുമാനമാണ്, അനുഭവത്തിലൂടെ ഒരു അനുമാനം. ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ഇത് എന്തുമാത്രം സ്വീകാര്യമാകും എന്നെനിക്കറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ദൈവത്തിൽ വിശ്വസിക്കാൻ സഹായകമാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവത്തിലേക്ക് മനുഷ്യൻ തിരിയുന്നത് ദൈവത്തിൽ നിന്നും താൻ ആഗ്രഹിക്കുന്ന, താൻ ആവശ്യപ്പെടുന്ന, തനിക്ക് ഇഷ്ടമുള്ളത് ലഭിക്കാനായിട്ടുള്ള ഒരു പ്രസാദിപ്പിക്കലല്ല, അതിനു വേണ്ടിയിട്ട് നടത്തുന്ന യജ്ഞങ്ങളുമല്ല. മറിച്ച് മനുഷ്യൻ്റെ സ്വന്തം ബലഹീനമായ പ്രകൃതിയുള്ള ബലഹീനമായ പ്രകൃതിയെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രകൃത്യാതീത ശക്തി കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടാണ്. ആ ശക്തി കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയെല്ലാം താനെ ശരിയായിക്കൊള്ളും. പിന്നെ നമുക്ക് ആവശ്യങ്ങൾ ഉണർത്തിക്കേണ്ട ആവശ്യമില്ല, ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കേണ്ട ആവശ്യം പോലുമില്ല. അത് ദൈവം അറിയുന്നു, ദൈവം തിരിച്ചറിയുന്നു, ദൈവം അത് കൊണ്ടു നടന്നുകൊള്ളും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്തുകൊള്ളും. അതിന് നമ്മൾ പരിപാലന എന്ന് പറയും. ദൈവം പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ, സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പരിപാലന ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാനും പോലും സാധിക്കില്ല, നന്നായി ജീവിക്കുന്നത് പോട്ടെ. അപ്പോൾ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു ആശ്രയത്വം, ആ ഒരു ശക്തിയുടെ ഉറവിടത്തിലേക്കുള്ള തിരിവ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും നന്മയിലേക്കുള്ള വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവഭക്തനാവണം എന്ന് പറയുന്നതിൻ്റെ ആഗ്രഹം. അതല്ലേ മനുഷ്യന് ശാശ്വതമായെന്നുള്ളൂ. ഏറ്റവും ആദ്യത്തെ പാട്ട് നമ്മൾ കുഞ്ഞു താരാട്ട് പോലും പാട്ട് കേൾപ്പിച്ചതല്ലേ. ഈശ്വര ചിന്തയൊന്നേ മനുഷ്യന് ശാശ്വതമായി ഉലകിലുള്ളൂ. കാരണം എന്താ? ആ ഈശ്വര ചിന്തയുള്ള മനുഷ്യൻ ഈശ്വരൻ്റെ ആ ചിന്ത കൊണ്ട് തന്നെ തൻ്റെ ചിന്തയിലെ അപാകതകളെയും അപൂർണതകളെയും മറികടത്തിക്കൊണ്ട് സച്ചിന്തകളാൽ മനസ്സ് നിറയ്ക്കും. സച്ചിന്തകളാൽ മനസ്സ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നന്മയും നിറയും. അങ്ങനെ സ്വസ്ഥതയും സന്തോഷവും ശാന്തിയും സമാധാനവും നിറയുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറും. അങ്ങനെ മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.